ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിറ്റ്കോയിനെ കുറിച്ചാണ്. ബിറ്റ്കോയിൻ ആണ് ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രിപ്റ്റോ പ്രൊജക്ട്. ഇതുവരെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രിപ്റ്റോ പ്രൊജക്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രിപ്റ്റോ പ്രൊജക്ട്. പക്ഷേ അതിന്റെ ക്ലൈമാക്സ് എത്തിയെന്ന് ഉള്ളൊരു ചോദ്യം ഉണ്ട് ഇപ്പോൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് എത്തിയോ? മീൻസ് ട്രംപ് ബിറ്റ്കോയിൻ റിസർവ് സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവന്നു. ബേസിക്കലി ബിറ്റ്കോയിൻ റിസർവ് സ്റ്റാറ്റസിലേക്ക് മാറ്റി. മുമ്പ് റിസർവ് സ്റ്റാറ്റസിലായിരുന്നില്ല, കുറച്ച് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. കുറെ ഡിസീഫുൾ ആക്ടുകളിലും സിവിൽ റോങ്ങിലും ഉള്ള കുറെ ബിറ്റ്കോയിനുകൾ അവർക്ക് കിട്ടിയിരുന്നു, ശേഖരിച്ചിരുന്നു. ഈ ബിറ്റ്കോയിനെ ആണ് അവർ റിസർവ് സ്റ്റാറ്റസ് ആക്കി മാറ്റിയത്. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പല രാജ്യങ്ങളും ബിറ്റ്കോയിൻ റിസർവ് സ്റ്റാറ്റസിലേക്ക് മാറ്റുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത് നടന്നില്ല. റഷ്യ വേണ്ടാന്ന് തന്നെ വെച്ചു. റഷ്യക്ക് റിസർവ് സ്റ്റാറ്റസ് വേണ്ട, ഭയങ്കര വോളറ്റിലിറ്റി ആണ്, അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട, റിസർവ് സ്റ്റാറ്റസ് വേണ്ട. ജപ്പാൻ നിഷേധിച്ചു, റിസർവ് സ്റ്റാറ്റസ് പറ്റില്ല എന്ന് പറഞ്ഞു. ഭയങ്കര വോളറ്റിലിറ്റി, പിന്നെ യൂസ് കേസും കാണില്ല. അതൊക്കെ കാരണം കൊണ്ട് ഞങ്ങൾ റിസർവ് സ്റ്റാറ്റസിലേക്ക് മാറ്റുന്നില്ല. ഒട്ടുമിക്ക രാജ്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ കൺട്രീസ് ഒഴിവാക്കി ബിറ്റ്കോയിൻ റിസർവ് സ്റ്റാറ്റസ്. അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഏഷ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയുടെ കാര്യം നമുക്ക് അറിയില്ല, പക്ഷെ ചൈന മുമ്പേ തന്നെ ബാൻ ചെയ്തിരുന്നു ബിറ്റ്കോയിനെ. അപ്പൊ നമുക്ക് ഒരുവിധ കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ ഡിജിറ്റൽ കറൻസി അവർ കൊണ്ടുവന്നു ചെയ്തു. പിന്നെ CDBC അവരുണ്ടല്ലോ, അവരുടെ ഡിജിറ്റൽ കറൻസി അവർ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ചൈനയുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്ത്യ, ഈ സിംഗപ്പൂര് ഈ രാജ്യങ്ങളൊക്കെ അവരൊക്കെ വേണ്ടാന്ന് വെച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. ബിറ്റ്കോയിൻ സ്റ്റാറ്റസ് പറ്റില്ല എന്ന് പറഞ്ഞു. മീൻസ് ബിറ്റ്കോയിൻ റിസർവ് സ്റ്റാറ്റസ്. ഈ ന്യൂസ് കേട്ടിട്ട് പലവരും പാനിക്കായി. പാനിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബിറ്റ്കോയിൻ വിൽക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ഇവരൊന്നും ട്രംപ് പറഞ്ഞ പോലെ മാറിയില്ല. മീൻസ് ട്രംപ് ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആന്റിസിപ്പേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ റിസർവ് സ്റ്റാറ്റസ് US ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ആക്കുന്നല്ലേ. പക്ഷെ അവർക്കൊന്നും ഒരു ചുക്കില്ല. അവര് പറഞ്ഞു ഞങ്ങളൊന്നും ആക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന വെച്ചിട്ട് ഞങ്ങൾ ഇതിന് ചെയ്യണം ഉള്ള റോളാണ് അവർ നിൽക്കുന്നത്. ഭയങ്കര വോളറ്റിലിറ്റിയാണ്, ഒരു ഉപകാരത്തിലാണ്. അപ്പൊ അവരൊക്കെ പിന്മാറി. അപ്പൊ എന്താ പറ്റിയ? എല്ലാവരും ഇപ്പൊ വിൽക്കാൻ നടക്കുക ബിറ്റ്കോയിൻ. മീൻസ് ലാർജ് സെൽ ഓർഡർ ആണ് ഇപ്പൊ ബിറ്റ്കോയിൻ. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 മണിക്കൂർ ഈ ന്യൂസ് പബ്ലിഷ് ചെയ്ത 4 മണിക്കൂർ സമയത്ത് $12 ബില്യൺ റീച്ച് ചെയ്തു ബൈനാൻസിൽ വോളിയം. അത്ര വലിയ സെൽ ഓർഡറുകളാണ് നടക്കുന്നത്. പിന്നെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 4 മണിക്കൂർ മീൻസ് പബ്ലിഷ് ചെയ്ത 4 മണിക്കൂർ ടൈം ഫ്രെയിമിൽ എടുത്തു നോക്കുകയാണെങ്കിൽ RSI 62-48 ആയിട്ട് കുറഞ്ഞെന്നാ പറയുന്നത്. ഇപ്പൊ വലിയ ഡൗൺഫോളാ വരുന്നത്. പിന്നെ ബൈനാൻസിലൊക്കെ വലിയ സെൽ ഓർഡേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉപേക്ഷിക്കുന്ന പോലത്തെ ഒരു രീതി ഉണ്ട്. ഒരു ഉപേക്ഷിക്കുന്ന പോലത്തെ ഒരു സിഗ്നൽ കാണുന്നുണ്ട്. എല്ലാവരും ഉപേക്ഷിക്കുന്നില്ല, എന്നാലും അതിന്റെ സിഗ്നൽ കാണുന്നുണ്ട്. പിന്നെ വലിയ വാലിറ്റേഴ്സ്, ലാർജ് ഹോൾഡേഴ്സ് ഒക്കെ വലിയ 100K മേലെ, മീൻസ് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ 100K മേലെ ഉള്ള ട്രാൻസാക്ഷൻസ് കാണുന്നുണ്ട്. വലിയ എമൗണ്ടുകളാണ് അവർ നീക്കുന്നത് വാലറ്റിൽ നിന്ന്. ലാർജ് ഹോൾഡേഴ്സ് ആണ് നീക്കുന്നത്. മനസ്സിലായോ? അവര് അതൊക്കെ നമുക്കൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ബിറ്റ്കോയിൻ വിൽക്കാൻ പോവാണ്, അവർ ഡ്രോപ്പ് ചെയ്യാണ് ബിറ്റ്കോയിൻ. ഇത് ക്ലൈമാക്സ് ആണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ക്ലൈമാക്സ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി കാണില്ല, അവര് അംഗീകരിക്കില്ല ബിറ്റ്കോയിനെ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം അഡോപ്ഷൻ വരുന്നില്ല എന്നാണ് അർത്ഥം. ഡിസബിലിറ്റി ഇല്ല ബിറ്റ്കോയിൻ. ബാക്കി കുറെ പ്രൊജക്ടുകളുണ്ട്, അതൊക്കെ അവരുടെ രീതിയിൽ കയറിക്കോളും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ സ്പെക്കുലേറ്റീവ് ആസ്പെക്റ്റിലല്ല നിലനിൽക്കുന്നത്, അവർ ഈ യൂട്ടിലിറ്റി ആസ്പെക്റ്റിലാണ് നിലനിൽക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ട് അവർക്ക് വലിയ സീൻ ഉണ്ടാവില്ല. പക്ഷെ ബിറ്റ്കോയിന് ഞാൻ പണ്ടും ഒരു വിശ്വസിക്കേണ്ട പ്രൊജക്ട് അല്ല. ബാക്കിയുള്ളവർക്ക് അന്ധവിശ്വാസം ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ബഹുഭൂരിഭാഗം ആൾക്കാരും അന്ധവിശ്വാസികളാന്ന് വെച്ച് ഞാൻ അന്ധവിശ്വാസിയാണെന്ന് നിർബന്ധമില്ല. ബേസിക്കലി ബഹുഭൂരിഭാഗം ആൾക്കാർ ശരിയാണെന്ന് പറയുന്നത് വെറും ഇതാണ്, ഒരു അതോറിറ്റി ഫിഗറിൽ വിശ്വസിക്കുന്നതും ഒരു തെറ്റിദ്ധാരണയാണ്. അയാൾ പറയുന്നത് ഫാക്ട് ചെക്ക് ചെയ്യാണ്ട്, ഒരു പ്രൂഫ് നോക്കാണ്ട്. അതുപോലെ ട്രംപ് പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് പെരുമാറേണ്ട ആവശ്യമില്ല. അത് ബാക്കി രാഷ്ട്രം അതിനനുസരിച്ചുള്ള നടപടി എടുക്കുന്നുണ്ട്. ട്രംപ് പറഞ്ഞ നടപടിയല്ല എടുക്കുന്നത്. അപ്പൊ ട്രംപ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനെ മീൻസ് കംപ്ലീറ്റ്ലി ഓവർഹോൾ ചെയ്തില്ലെങ്കിലും, മീൻസ് കംപ്ലീറ്റ്ലി അത് നശിപ്പിച്ച് കളഞ്ഞെങ്കിലും ഒരു ഏകദേശം പകുതി ഫെഡറൽ എംപ്ലോയീസിനൊക്കെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. മനസ്സിലായി? ഇതൊക്കെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാക്കും. മീൻസ് ഫണ്ടിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് വല്ല പാവപ്പെട്ട സ്റ്റുഡൻസിന് പണി കൊടുക്കുന്ന പരിപാടി ആയിരിക്കുള്ളൂ. അവർക്ക് കാശ് കിട്ടാണ്ടിരിക്കാണോ? അത് അങ്ങനെയായിരിക്കുള്ളൂ ട്രംപിന്റെ ഉദ്ദേശം. എന്തായാലും ശരി, ഏഷ്യൻ കൺട്രീസ് നോക്കണില്ലേ, റഷ്യ നോക്കണില്ലേ, പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ. ബിറ്റ്കോയിൻ ഡൗൺഫോളിലേക്കാണ് പോണ്. ഇനി എന്താണോ ബിറ്റ്കോയിനെ പൊന്തിക്കാന്ന് എനിക്കറിയില്ല. മീൻസ് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ബിറ്റ്കോയിനെ പ്രിസർവ് ചെയ്യാൻ, ബിറ്റ്കോയിനെ സേഫ് ഗാർഡ് ചെയ്യാൻ. പക്ഷെ എനിക്ക് എന്റെ ഒരു വിശ്വാസം വെച്ചിട്ട് ബിറ്റ്കോയിൻ അധികം ഇല്ല. അതിന് നല്ല ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൂഫ് ഇല്ല, ബെനിഫിറ്റ്സ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ. അതെനിക്ക് പറയാനുള്ളത്. പക്ഷെ ബാക്കി എല്ലാ ഐഡിയകളും പ്രൊജക്ട്സുകളൊക്കെ വിജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ വിധത്തിലുള്ള നല്ല യൂട്ടിലിറ്റി പൊട്ടൻഷ്യൽ യൂട്ടിലിറ്റി നല്ല രീതിയിൽ നീങ്ങുന്നുണ്ട്. എനിവേസ്
നിങ്ങളുടെ അഭിപ്രായം എന്നിട്ടാണ് ബിറ്റ്കോയിനെ കുറിച്ച്. ബിറ്റ്കോയിൻ ഭയങ്കര സക്സസ് പോവുകയും അല്ലെങ്കിൽ ഭാവിയിൽ ആൾട്ടർനേറ്റീവ് കോയിൻസുകൾ കയറി വന്ന് ബിറ്റ്കോയിനെ പൊട്ടിക്കും. അതാണ് എനിക്കറിയേണ്ട കാര്യം നിങ്ങളുടെ അടുത്ത് നിന്ന്. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.